നമസ്കാരം. ഒരു മെസ്സേജ് ജസ്റ്റ് ഇപ്പോൾ ഒരു റിപ്ലൈ കൊടുത്തിട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യന് 5-6 മാസമായി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തിട്ട് ഇന്റേൺഷിപ്പിനാണ് കൊടുത്തത്. ഇതുവരെ ഒരു റിപ്ലൈ വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2-3 കാര്യം ചെയ്യാം. ഒന്ന്, നമുക്ക് CMO അതിൽ ഒരു പരാതി സെല്ലുണ്ട്, അതിലോട്ട് ഡയറക്റ്റായിട്ട് പരാതി അയക്കാം. 2, നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ ഒരു പോർട്ടലുണ്ട്, അവിടെ നിങ്ങൾക്ക് അയക്കാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അയച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്നവർ അത് പറഞ്ഞു തന്നെയാണ്. ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും കിട്ടില്ല. കാരണം അവർ തിരിച്ചു കൊടുക്കുന്ന വെച്ചാൽ ടെക്നിക്കൽ ടേംസ് ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ വെരിഫിക്കേഷൻ എങ്ങും എത്തിയില്ല, എന്നുവെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ വന്നിട്ടില്ല, എംബസിയിൽ നിന്ന് വെരിഫിക്കേഷൻ വന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് പറഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് അവരത് ചെയ്തു തരും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ട് പറയാം. ഡിസംബറിൽ എനിക്ക് സ്പെഷ്യൽ ഒരു മീറ്റിംഗ് വെച്ചിട്ട് എൻ്റെ കാര്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്, ഞാൻ അവിടെ എന്തോ ചെന്ന് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം മെയ് ആയി. അതുകൊണ്ട് അധികം അവരെ ശരിക്കും പറഞ്ഞാൽ സാറെന്നും മാമെന്നും വിളിച്ച് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ഇരിക്കുക. കാരണം അവർ രാജാക്കന്മാരാണ് കേരളത്തിൽ. ശരിക്കും ഞാൻ പറഞ്ഞതാണ്, അത് ആരും തമാശയായിട്ട് എടുക്കണ്ട. ശരിക്കും രാജാക്കന്മാരാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അത് ഏത് മേഖലയിൽ ഇരുന്നവരും അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് അവിടെ ചെന്ന് അവരെ അവരെ പ്രകോപിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പറയാതിരിക്കുക. എസ്പെഷ്യലി അവരുടെ ഗൂഗിൾ മാപ്പിലൊക്കെ റിവ്യൂ ഇടുക, ഫേസ്ബുക്കിൽ അവരെ വഴക്ക് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ എസ്പെഷ്യലി യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻറ്റും കൊടുക്കരുത്. കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും, അങ്ങോട്ട് ചെന്ന് കയറണ്ട. നിങ്ങളുടെ പേരും നമ്പരൊക്കെ അവർ നോട്ട് ചെയ്ത് വയ്ക്കും സ്പെഷ്യലി. പിന്നെ നിങ്ങളുടെ ഫയൽ അവിടെ ഇരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ഫയൽ അവിടെ ഇരിക്കുമെന്ന് എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു സീനിയർ മാം പറഞ്ഞാണ്. സോ അതുകൊണ്ട് വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, ഒരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കരുത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവരുടെ അടുത്ത് പെരുമാറുക. അവരെപ്പോൾ തരുന്നു അപ്പോൾ വാങ്ങിച്ചോട്ട് പോവുക. കാരണം അത് കിട്ടുന്നത് വരെ നമ്മുടെ നിങ്ങൾ വേറെ വല്ല പണിക്ക് വല്ല സ്വിഗ്ഗിയിൽ വല്ലതും പൊക്കോ, അതായിരിക്കും നല്ലത്. കാരണം അവർ ചെയ്യത്തില്ല. നിങ്ങളിപ്പം ഈവൻ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ പോലും കിട്ടത്തില്ല. എനിക്ക് അതും ഒരു അനുഭവമുണ്ട്. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്തത് അവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ സാറെന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJP അന്ന് ഇലക്ഷൻ സമയമായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ ബന്ധപ്പെട്ട സമയത്ത് ഓക്കെ നോക്കാമെന്നൊരു മെസ്സേജ് എനിക്ക് തിരിച്ച് വന്നായിരുന്നു അന്ന്. അതിനുശേഷമാണ് എനിക്ക് ഇത്തിരി ഫാസ്റ്റായിട്ട് കാര്യം നടന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ BJPയുടെ ഇപ്പോൾ ഉള്ള സുരേഷ് ഗോപിയുണ്ട്, രാജേന്ദ്രശേഖറുണ്ട്, ശശി തരൂരുണ്ട് തിരുവനന്തപുരത്ത്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർ ചിലപ്പം ഹെൽപ്പ് ചെയ്യും. ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക, അത്രയും പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, അവരെ ഒരു കാരണവശാലും നമ്മൾ വെറുപ്പിക്കരുത്. വെറുപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നു. നിങ്ങളെ സർട്ടിഫിക്കറ്റ് പിന്നെ 2 മാസം എന്നുള്ളത് 10 മാസം കഴിയും. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ 5 മാസത്തിലേക്ക് കിട്ടേണ്ടത് 8-9 മാസം ആയതിന് കാരണം ഞാൻ അവരെന്തോ പറഞ്ഞു എന്നതുകൊണ്ടാണ്. ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല, ചോദിച്ചതേ ഉള്ളൂ. ബാക്കി സ്റ്റേറ്റുകളിൽ പെട്ടെന്ന് കിട്ടുന്നു, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു കാര്യം. അപ്പോഴത്തേക്ക് അവർ ടെക്നിക്കൽ ടേംസ് പറയും, നിങ്ങളുടെ അത് ശരിയല്ല, നിങ്ങളുടെ ഇത് ശരിയല്ല. പക്ഷേ 20,000 രൂപയാണ് പിള്ളേരുടെ രജിസ്ട്രേഷന് മേടിക്കുന്നത്. അതിനൊന്നും ഒരു ടെക്നിക്കൽ പ്രശ്നങ്ങളും ഇല്ല. ബാക്കി സ്റ്റേറ്റൊക്കെ 5,000 വാങ്ങുമ്പോൾ ഇവിടെ 20,000 രൂപ വാങ്ങുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ. സോ അതിലുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. സോ ഒരു നമ്പർ ഞാനിവിടെ തരാം, നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പറാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ നമ്പർ വിളിക്കുമ്പം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് നമ്പർ തരുന്നതിന് കാരണം ഒരു തവണ ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു തവണ, സത്യമാണ്, ഒരു തവണ വിളിച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് തവണ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തവണ കിട്ടും. പ്രത്യേകിച്ച് 1 മണി 2 മണി വിളിക്കരുത്, അവരെടുക്കത്തില്ല. മെയിൽ അയച്ചിട്ട് റിപ്ലൈ വരത്തില്ല. ആകെ ഗൂഗിൾ ചാറ്റിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക് റിപ്ലൈ വരും. അതും വെച്ച് സമാധാനിച്ചിരിക്കാം. പിന്നെ അപ്ലൈ ചെയ്യുക, അടങ്ങിയിരിക്കുക, എപ്പോൾ വരുന്നു അപ്പോൾ എടുക്കുക. അതാണ് ശരിക്കും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ കാര്യം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ട്രിക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആയിട്ടില്ല. അത് മനസ്സിലാക്കുക. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് അവിടെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ചോദിച്ചാണെങ്കിൽ വേറെ ട്രിക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളത് അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും, അത്രയേ ഉള്ളൂ. വേറെ നിവൃത്തിയില്ല. എല്ലായിടത്തിൻ്റെയും കാര്യം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ. സോ അധികം നമ്മളെ BP കൂട്ടാന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസൊന്നുമില്ല ഇതിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട്.